ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾക്ക് പറഞ്ഞ 2 സെക്കൻഡ് കാര്യമുള്ളൂ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സോ കേരള സ്ട്രൈക്കേഴ്സ് മാർച്ച് 2 വൈകിട്ട് 6:30 അവരുടെ 3ാമത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങും. ആ ഒരു മത്സരം എന്ന് പറയുന്നത് തെലുങ്ക് വാരിയേഴ്സിനെതിരെയാണ്. CCLന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് തെലുങ്ക് വാരിയേഴ്സാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി തന്നെയാണ്. ഒരു ദിവസം ഒരു ബാറ്റ്സ്മാൻ കളിച്ചില്ലെങ്കിൽ അടുത്ത ബാറ്റ്സ്മാൻ ഉറപ്പായിട്ടും കളിച്ചിരിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റായിട്ട് പതുക്കെ നിന്ന് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്, ബിഗ് ഹിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ബോളേഴ്സ് ഉണ്ട്, ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്പിൻ ബോളേഴ്സ് ആണെങ്കിലും ഓൾറൗണ്ടേഴ്സ് ആണെങ്കിലും എല്ലാം അവരുടെ ടീമിൽ ഒരുപോലെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ CCLന്റെ 4 വട്ടം ചാമ്പ്യന്മാരായി മാറിയതും. ഇപ്രാവശ്യത്തെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന 5ാമത്തെ കിരീടം തന്നെയാണ്. അതിൻ്റെ സൂചന അവർ ആദ്യം തന്നെ തന്നിട്ടുണ്ട്. അതായത് ഭോജ്പുരി ദവാങ്സിനെ 8 റൺസ് തോപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഭോജ്പുരി ദവാങ് CCLനെ ഏറ്റവും മികച്ച ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു തെലുങ്കിൻ്റെ കൂട്ട് തന്നെയാണ്. നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്, ബോളേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. തെലുങ്ക് വാരിയേഴ്സിനെതിരെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ ഒരു മാച്ചിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല കേരള സ്ട്രൈക്കേഴ്സ് പുറത്തായെന്ന്. ഞാൻ പുറത്തായെന്ന് പറയാൻ കാരണം കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അടുത്ത ഒപ്പോണൻസിനെ കണ്ടുകൊണ്ടാണ്. ഇത് 1ാമത്തെ ഒപ്പോണൻ എന്ന് പറയുന്നത് തെലുങ്ക് വാരിയേഴ്സാണ്, 2ാമത്തെ ഒപ്പോണൻ എന്ന് പറയുന്നത് ചെന്നൈ റൈനോസാണ്. തെലുങ്ക് വാരിയേഴ്സിനെതിരെ ജയിക്കാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതും തെലുങ്ക് വാരിയേഴ്സിനെതിരെ കുറച്ച് വലിയ റൺസിന് വിജയിക്കണം, അല്ലെങ്കിൽ വലിയ മാർജിന് വിജയിക്കണം. ചെന്നൈക്കെതിരെ അങ്ങനെ തന്നെയാണ്, കുറച്ച് വലിയ മാർജിന് വിജയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെമി ഫൈനലിൽ കയറാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മാച്ച് കേരള സ്ട്രൈക്കേഴ്സിന് വിജയിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങുക. ഉറക്കമുളച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ബിഗ് ഷോട്ട്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം ബിഗ് ഷോട്ട്സ് ഒക്കെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വളരെയധികം കുറവായിരുന്നു. സോ അതിനുവേണ്ടി കൂടുതൽ സമയം, അതായത് ഈ 2-3 ദിവസമേ ഉള്ളൂ, അത് കൂടുതലെടുക്കുക ബിഗ് ഷോട്ട്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. കൂടാതെ ബോളിംഗ് മാക്സിമം മികച്ചതാകാൻ നോക്കുക. വിക്കറ്റ് എടുത്തില്ലെങ്കിലും റണ്ണ് വിട്ടുകൊടുക്കാതിരിക്കാനായിട്ടാണ് കേരള സ്ട്രൈക്കേഴ്സ് കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത്. പിന്നെ ഫീൽഡിങ്ങിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കേരള സ്ട്രൈക്കേഴ്സ് ഫീൽഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫീൽഡിങ്ങിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു. പക്ഷേ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അല്ല അവർ. 3-4 അതായത് ഒരാഴ്ചത്തെ പോലെ ട്രെയിനിങ് പ്രോപ്പറായിട്ട് അവർക്കില്ല, എന്നിട്ട് പോലും ഈ ഒരു ലെവലിൽ ഫീൽഡിങ് അവർ ചെയ്യുന്നുണ്ട്. സോ അതന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ തെലുങ്ക് വാരിയേഴ്സിൻ്റെ മെയിൻ 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് അശ്വിൻ എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ. 2ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അഖിൽ അക്കിനേനിയാണ്. 3ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് തമനാണ്. ഇവർ 3 പേരും വളരെയധികം ഡേഞ്ചറസ് ആണ്. ഇവരുടെ മാച്ചസ്, അതായത് ഇവർ നേരത്തെ ചെയ്ത മാച്ചസൊക്കെ കുറച്ച് കാണുക, അതിലവരുടെ വീക്ക് സൈഡ് എവിടെയാണ് ശ്രദ്ധിക്കുക, അതനുസരിച്ച് ബോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെയൊക്കെ കേരള സ്ട്രൈക്കേഴ്സിന് ഈ ഒരു മാച്ച് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അഖിൽ അക്കിനേനി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടത്തില്ല. നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടെയാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആ ഒരു മാച്ചിൽ. അതുപോലെ തന്നെയാണ് തമൻ എന്ന് പറയുന്നു. അദ്ദേഹം നല്ല ബാറ്റ്സ്മാനാണ്, നല്ല ബിഗ് ഹിറ്ററാണ്. പിന്നെ അശ്വിൻ എന്ന് പറയുന്നൊരു ബാറ്റ്സ്മാനുണ്ട്, തെലുങ്ക് വാരിയേഴ്സിൻ്റെ ഒരു MS ധോണി എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. കാരണം അദ്ദേഹമാണ് കുറേ മാച്ചസ് ഫിനിഷ് ചെയ്ത് തെലുങ്ക് വാരിയേഴ്സിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കുറച്ച് ഫോം ഔട്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ തുടക്കത്തിൽ മാച്ച് തന്നെ വലിയൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 താരങ്ങളാണ് ഇവർ. കൂടാതെ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം സ്ട്രോങ് ആണ്. അവരൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ടീം വെച്ച് തന്നെയാണ് അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ നല്ലൊരു ടീം ബിൽഡ് ചെയ്തു, അതിനെ വെച്ചുകൊണ്ട് തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് ഇങ്ങനെ കപ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം എനിക്ക് പറയാനുള്ളത് കേരള സ്ട്രൈക്കേഴ്സ് ഫസ്റ്റ് ഇന്നിങ്സ് മികച്ച രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. മാക്സിമം എത്ര റൺ നേടാൻ സാധിക്കും തെലുങ്കുവിനെതിരെ അത്രയും റൺസ് നേടുക. അതിപ്പോൾ തെലുങ്ക് ഒരു 100 റൺസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു 130 റൺസെങ്കിലും നേടണം. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം റൺ അടിക്കുക. അതായത് വിക്കറ്റിന് കൂടുതലായിട്ട് ശ്രമിക്കുക. ഒരാൾ ഒരു സൈഡിൽ 1 റണ്ണ് 2 റണ്ണൊക്കെ എടുത്തു കൊടുത്തിരിക്കുക, മറ്റൊരാൾ വിക്കറ്റിന് വേണ്ടിയാണ് ഇപ്പോഴും ശ്രമിക്കേണ്ടത്. അതാണ് നമ്മൾ ഒരു മാച്ചിൽ, അതായത് തുടക്കത്തിൽ 2 മാച്ച് കാണാതിരുന്നത്. 2 പേരും ടെസ്റ്റ് കളിയാണ്. അപ്പുറത്ത് നിന്നൊരാൾ റണ്ണെടുക്കുന്നു, ഇപ്പുറത്ത് ഒരാൾ റണ്ണെടുക്കുന്നു. അങ്ങനെയല്ല ഈ ഒരു ഫോർമാറ്റിൽ കളിക്കേണ്ട. അപ്പുറത്തൊരാൾ സപ്പോർട്ട് ചെയ്ത് കളിക്കുക, ഇപ്പുറത്ത് കളിക്കുന്ന ആൾ ബിഗ് ഷോട്ട്സിന് പോകുക ആദ്യം തൊട്ട് തന്നെ. അതാണ് ചെയ്യേണ്ടത്. ബട്ട് കേരള സ്ട്രൈക്കേഴ്സ് അങ്ങനെ ചെയ്തില്ല. അതാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പരാജയത്തിലെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തെലുങ്ക് വാരിയേഴ്സിനെതിരെ കളി മാർച്ച് 2 ഈ ഒരു മാച്ചിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റന് ഇന്ദ്രജിത്ത് ഉണ്ടാകില്ല. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. 2 മാച്ചുകൾ തോറ്റെങ്കിൽ പോലും. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത് ട്രിവാൻഡ്രത്തെ മാച്ചിലാണ് മാർച്ച് 10. സോ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വിനേഷ് കൊടിയേരിയായിരിക്കും ക്യാപ്റ്റൻ ആവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ അനുരൂപ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ക്യാപ്റ്റൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം. പക്ഷേ അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കാത്തൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്, മസ്റ്റ് വിൻ മാച്ചാണ്. ഈ ഒരു മാച്ച് കേരള സ്ട്രൈക്കേഴ്സിന് വിജയിച്ചേ മതിയാകുള്ളൂ. ബംഗാൾ ടൈഗേഴ്സിനെതിരെ ആ ഒരു മാച്ച് പറഞ്ഞ കാര്യമല്ല. ഈ ഒരു മാച്ച് കേരള സ്ട്രൈക്കേഴ്സ് തോറ്റ് കഴിഞ്ഞാൽ അവർ 100% പുറത്താണ്.